വൈറലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത സമയത്ത് ഈ പെൺകുട്ടി എന്നൊക്കെ പറയാമോ എന്തോ എങ്കിലും പറയാം, പെൺകുട്ടി ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവത്തില്ല ഇത്രയും നാറിയ വിധത്തിൽ വൈറലാവും എന്നുള്ള കാര്യം. എങ്കിലും കുറച്ച് കാര്യങ്ങൾ അതിനെ പറ്റിയിട്ട് എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി. അതിലാദ്യത്തേത്, മരിച്ചതൊരു പുരുഷനായതുകൊണ്ടിട്ടായിരിക്കാം ഇതുവരെയും ഒരു ന്യൂസ് ചാനലിൽ പോലും ഇങ്ങനൊരു പെൺകുട്ടിയുടെ ഫോട്ടോ അവർ കൊടുത്തിട്ടില്ല. ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിലുള്ളൊരവസ്ഥ എന്തായിരിക്കുമായിരുന്നു നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. ഈ ഒരു വീഡിയോ പോസ്റ്റ്മോർട്ടം ചെയ്ത്, അതായത് കീറി മുറിച്ച് ഒത്തിരി പേര് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ആ വീഡിയോസൊക്കെ നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടതായിരിക്കും. ഇതിൻ്റെ കുറച്ച് ലീഗൽ സൈഡിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. ഒരാളെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുക, അതെടുത്ത ശേഷം സോഷ്യൽ മീഡിയയിൽ ഇടുക, അയാളുടെ പ്രൈവസിയിലേക്ക് ഇടിച്ചു കയറുക, ഇതെല്ലാം ഇന്ത്യൻ നിയമപ്രകാരം തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് ആണായാലും ശരി പെണ്ണായാലും ശരി. ഇനി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ തെറ്റ് ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോ ഷൂട്ട് ചെയ്യാം. പക്ഷേ ഒരിക്കലും അത് സോഷ്യൽ മീഡിയയിൽ ഇടാനായിട്ടുള്ള റൈറ്റ് നിങ്ങൾക്കില്ല. കാരണം എന്തെങ്കിലും സാഹചര്യം വെച്ചാൽ അയാൾ ഇതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്താൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് നിങ്ങളുടെ പേരിൽ കേസ് ചാർജ് ചെയ്യപ്പെടും. ആണുങ്ങളൊക്കെ ഇവിടെ ജീവിച്ചു പൊക്കോട്ടെ, അതിന് സ്ത്രീകളുടെ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ്.